ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഓർഫനേജ് ആണ്. സച്ചി കുഞ്ഞിനെ ദത്തെടുക്കാനായി ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മാനേജരോട് പറയുമ്പോൾ മാനേജർ പറയുകയാണ്, എനിക്കും കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ കുറച്ചു നേരം മുമ്പാണ് വിദേശത്തുള്ള ഒരു ദമ്പതികൾ വന്ന് കുഞ്ഞിനെ ദത്തെടുത്തത്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ അവന്തിക പറഞ്ഞ ആളുകൾക്ക് കൈമാറുന്നതാണ്. അവരുടെ കൂടുതൽ വിവരങ്ങളെല്ലാം അവിടെയുള്ള ഒരു സ്റ്റാഫ് ചോദിച്ചറിയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ആ കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചന തൻ്റെ കുഞ്ഞിനെ കണ്ട് ഓടി വരികയാണ്. തുടർന്ന് അർച്ചന അവരുടെ കയ്യിൽ നിന്നും ബലമായി കുഞ്ഞിനെ വാങ്ങുമ്പോൾ ഇത് ഞങ്ങൾ ദത്തെടുത്ത കുഞ്ഞാണെന്ന് പറഞ്ഞ് അവര് അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാനായി ശ്രമിക്കുകയാണ്. അതേസമയം സച്ചിയും ആ മാനേജരും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. മര്യാദയ്ക്ക് കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ മാനേജർ പറയുമ്പോൾ ഇത് എൻ്റെ കുഞ്ഞാണെന്നും ഞാൻ കൊടുക്കില്ലെന്നും അർച്ചന പറയുകയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ കുഞ്ഞിനെ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് മാനേജർ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറഞ്ഞുവിട്ട ആ ദമ്പതികൾ പേടിയോടെ നിൽക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞ് അവര് ധൃതിയോടെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് പോലീസിനൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയെ പിടിച്ചുകൊണ്ട് സച്ചിയും അനൂപും കാറിലേക്ക് കയറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ദമ്പതികള് കാറിൽ പോകും. അവരുടെ കുറുകെ വണ്ടി കൊണ്ടിടുന്ന അവന്തികയും ധനുഷിനെയുമാണ്. കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ പോലീസ് പിടിയിലായേനെ എന്നും അവർ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അയാളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. നിന്നെയൊക്കെ പറഞ്ഞ പണി വേറെ വല്ലവനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യം അങ്ങ് നടന്നേനെ. മേഡം, അങ്ങനെയല്ല കാര്യങ്ങൾ. മേഡത്തിൻ്റെ വീട്ടിലെ ആ സ്ത്രീ ഉണ്ടല്ലോ, ആര്, അർച്ചനയോ? അതെ മേഡം, ആ അർച്ചന എന്ന് പറയുന്നവർ അവിടെ വന്ന് ബഹളമുണ്ടാക്കി കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ബലമായി വാങ്ങാനും ശ്രമിച്ചു. അവസാനം ആ ഓർഫനേജിലെ മാനേജർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നത്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അർച്ചന അവിടെ വന്ന് ബഹളമുണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് അവന്തിക പറയുന്നു. മേഡം, നാളെ എന്താണെങ്കിലും ഞങ്ങൾ കുഞ്ഞിനെ മേഡത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരാം. അതിനുവേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പക്ഷേ പോലീസ് ക്ലിയറൻസ് അത് മേഡം തന്നെ ശരിയാക്കി തരണമെന്നും അവർ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല. എനിക്കറിയാം, ഒരു ACP ഉണ്ട്, സാഹിറ തങ്ങൾ. അവർ എല്ലാ ക്ലിയറൻസും നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ്. ആ കുഞ്ഞ് ഇനിയും നെല്ലിശ്ശേരി വീട്ടിലേക്ക് വരുന്നത് സഹിക്കാൻ എന്നെ കൊണ്ടാകില്ല. എത്രയും പെട്ടെന്ന് അതിനെ മുംബൈക്ക് കടത്തണം. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കമലയും മാഷും നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. അച്ചു എവിടെയെന്ന് സേതുമാധവനോട് ചോദിക്കുമ്പോൾ മുറിയിലുണ്ടെന്നും വന്നപ്പോൾ മുതൽ മുറിയടച്ച് ഒരേ ഇരിപ്പാണെന്നും ഒന്നും കഴിച്ചിട്ടില്ലെന്നും സേതുമാധവൻ പറയുന്നു. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, ഞങ്ങളെ വിളിച്ചാൽ എന്താണെങ്കിലും അവള് കതക് തുറന്ന് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അവര് അർച്ചനയുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സേതു പറയുകയാണ്, വേണ്ട മാഷേ, ഇപ്പം നിങ്ങൾ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകണ്ട. അവളെ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് സേതുമാധവൻ പറയുമ്പോൾ എന്താ സേതു, അവൾക്ക് ഭ്രാന്താണെന്നാണോ നിങ്ങളൊക്കെ പറയുന്നതെന്ന് മാഷ് ചോദിക്കുന്നു. അവള് ഈ വീട്ടിലെ എല്ലാമാണ്. അവളെ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും സേതുമാധവൻ പറയുമ്പോൾ അച്ചുവിനെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടെന്നും എനിക്ക് അവളെ നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കമല മാഷിനെയും കൂട്ടിക്കൊണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ മാഷും കമലയും മാറി മാറി കഥകൾ തട്ടുന്നുണ്ടെങ്കിലും അർച്ചന കഥക് തുറക്കുന്നില്ല. ശബ്ദം കേട്ടുകൊണ്ട് ആതിരയും സേതുമാധവനും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. എല്ലാവരും കഥകൾ തട്ടുന്നുണ്ടെങ്കിലും അർച്ചന കഥക് തുറക്കുന്നില്ല. അവസാനം സേതുമാധവനും മാഷും കൂടി കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ബോധരഹിതയായി നിലത്ത് കിടക്കുന്ന അർച്ചനയെയാണ്. പെട്ടെന്ന് തന്നെ അർച്ചനയെ എടുത്ത് കട്ടിലേക്ക് കിടത്തിയതിനു ശേഷം അവര് മുഖത്ത് വെള്ളം തളിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്തിക സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവളുടെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും എനിക്ക് സമാധാനമായെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന കണ്ണു തുറക്കുകയാണ്. കുഞ്ഞുപോയ ദുഃഖത്തിൽ കമലയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.